ഹായ്, എല്ലാവർക്കും ചൊക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് ചിരകിയതെടുക്കുന്നത്. ഒന്നൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആവുന്നിട വരെ മതി കേട്ടോ. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഡ്രൈ ആക്കി ഇടാൻ വേണ്ടിയിട്ടിട്ടാൽ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കുമേ. ഇപ്പോൾ ഒരു വിധത്തെ ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ആ സെയിം പാനിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിവിടെ 2 കപ്പ് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കളറ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ നെയ്യ് കിടന്ന് മുക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന വളരെ സ്വാദേറിയായിട്ടുള്ള ഒരു വിഭവമാണിത്. പിന്നെ നമ്മളിത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം അവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെറുതായിട്ട് കളർ മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ ഏത്തപ്പഴം ഒന്ന് പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് മുഴുവനായിട്ട് ചേർക്കാതെ കുറച്ച് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം കേട്ടോ. ലാസ്റ്റ് ഡെക്കറേഷന് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങയിലേക്ക് നന്നായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിക്കും. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 നുള്ളു ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് നമ്മളിത് ഇളക്കി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഉണ്ട പിടിക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുൻപേ തന്നെയാണ് നമ്മൾ ചെറിയ ചൂടുള്ളപ്പോൾ തന്നെയാണ് ഇതൊന്ന് ഉണ്ട പിടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ അത് ഒരു 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കൈ കൊണ്ട് ഒന്ന് ചെറുതാക്കി പൊടിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അതും കൂടെ ചേർത്തിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം അവലൊന്ന് വറുത്ത് ചേർത്താലും മതി. പക്ഷേ കോൺഫ്ലേക്സ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നാക്കി മിക്സാക്കിയതിന് ശേഷം നമ്മളിതൊന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ ഇഷ്ടത്തിന് വലുതോ ചെറുതോ എങ്ങനെ വേണമെങ്കിലും ബോൾസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നെയ്യ് തൂത്തിട്ട് വേണമെങ്കിൽ ബോൾസാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നെയ്യൊന്നും തൂത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വലുപ്പത്തിന് ഞാനിത് അവിടെ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.